शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवेरं सर्वलोकैकनाथं। नमो भगवते वासुदेवाय, नमो भगवते वासुदेवाय. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ കുചേല ചരിതമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. പരീക്ഷത്ത് മഹാരാജാവ് ഭഗവാന്റെ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചതനുസരിച്ചുണ്ട് വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിലൂടെ മാത്രമേ സംസാരിക്കാനുള്ള സിദ്ധി പൂർണ്ണമാകുന്ന ഭഗവത് സേവനത്തിൽ വ്യാപൃതമാകുമ്പോഴേ കൈകൾ ലഭിച്ചതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കും. അപ്പോൾ നാവിൻ്റെ പ്രയോജനം ഭഗവാനെപ്പറ്റി കീർത്തിക്കാനും ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാനുമുള്ള കഴിവാണ് സംസാരിക്കാനുള്ള സിദ്ധി എന്ന് പറയുന്നത്. അത് പരിപൂർണമാകുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ കൈകൾ ഭഗവാന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് കൈകൾ കിട്ടിയതിൻ്റെ പ്രയോജനം സിദ്ധിക്കുകയുള്ളൂ. അതേപോലെ പൂർണ്ണമായ കൃഷ്ണ അവബോധത്തിൽ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. അതായത് മനസ്സ് കൊണ്ട് കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ മാത്രമേ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ. സദാ വിചാരശീലനായിരിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നിരപേക്ഷ സത്യവും സർവ്വവ്യാപിയുമായിരിക്കുന്ന കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനീക ഭാവമായിരിക്കുന്ന പരമാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം എന്നർത്ഥമാക്കുന്നത്. കൃഷ്ണനെ എല്ലായിടത്തും ഓരോ അണുവിലും പരമാത്മ രൂപത്തിൽ കാണാനും ചിന്തിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് കണ്ണിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുക. മനസ്സിൻ്റെ ചിന്ത, വികാരം, ഇച്ഛാശക്തി എന്നീ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ മാത്രമാണ്. അതായത് നമുക്ക് കിട്ടിയുള്ള ഇന്ദ്രിയ ശക്തികളെ മുഴുവൻ അപരാശക്തിയാൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ശരീരം കൊണ്ട് തന്നെ ഈശ്വരനെ മനസ്സിലാക്കാനും അത് അനുഭവിച്ചറിയാനും വേണ്ടിയിട്ടാണ് ശരീരം നൽകിയിരിക്കുന്നത് എന്നർത്ഥം. അപ്പം ഒരു തികഞ്ഞ ഭക്തൻ ആരാധ്യനായിരിക്കുന്ന ഭഗവാനെയാണ് അയാൾ സർവത്ര പരമാത്മാ രൂപത്തിൽ ദർശിക്കുന്നതും ദർശിക്കേണ്ടതും. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുന്നതിൽ വ്യാപരിച്ചാൽ മാത്രമേ കർണങ്ങളുടെ ധർമ്മം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും, കർണം എന്ന് പറയുന്ന ചെവി, ആ ചെവിയുടെ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുകയും ഭഗവാന്റെ കഥകൾ ശ്രവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ചെവിയുടെ ധർമ്മം. അപ്പോഴാണ് ഈ ചെവിയുടെ യഥാർത്ഥത്തിലെ കർണങ്ങളുടെ യഥാർത്ഥ ധർമ്മം പൂർണ്ണമാക്കുകയുള്ളൂ. ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെയും നമിക്കുന്നതിൽ നിരതമാക്കിയാലേ ശിരസിൻ്റെ ധർമ്മം സ്വാർത്ഥകമാക്കുകയുള്ളൂ എന്നും പരീക്ഷത്ത് മഹാരാജാവ് തുടർന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവാന്റെ പ്രാതിനിധ്യം ഉണ്ടെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് പൂർണ്ണ ഭക്തൻ ശരീരം ഭഗവാന്റെ ക്ഷേത്രം എന്ന് കരുതി എല്ലാ ജീവാത്മാക്കളെയും ആദരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് ഈ നിലയിലേക്ക് എത്താനാവുകയില്ല. കാരണം ഒന്നാം കിട ഭക്തന്മാർക്കുള്ളതാണ് ഈ നില, ഉത്തമ ഭക്തർക്കുള്ള നിലയാണ് ഇത്. രണ്ടാം കിടക്കാർ വൈഷ്ണവരെ, അതായത് ഭഗവത് ഭക്തന്മാരെ ഭഗവാൻ കൃഷ്ണന്റെ പ്രതിനിധികളായിട്ട് കണക്കാക്കുന്നു. തുടക്കക്കാരായ ഭക്തൻ മൂന്നാമത്തെ ഇനത്തിൽപ്പെടുന്നു. അവർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികളെ കുമ്പിടുന്നു. പരമപുരുഷന്റെ നേരിട്ടുള്ള ആവിഷ്കാരമായിരിക്കുന്ന ആധ്യാത്മിക ആചാര്യനെയും ഈ പറഞ്ഞ 3 ഘട്ടങ്ങളിലും ഭഗവാന്റെയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെയോ മുമ്പിൽ കുമ്പിടുക വഴി ശിരസിൻ്റെ ധർമ്മം പരിപൂർണമായേക്കാം. അതുപോലെ ഭഗവാന്റെയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയുടെ ദർശനം കൊണ്ട് കണ്ണിൻ്റെ ധർമ്മം സ്വാർത്ഥകമാക്കണം. ഇപ്രകാരം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ധർമ്മം പൂർത്തിയാക്കാൻ അവയെ മുഴുവൻ ഭക്ത സേവനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയുടെ സേവനത്തിൽ നിരതമാക്കുക തന്നെ വേണം. മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെയും പ്രണമിക്കുകയും ശരണാമൃതം അഥവാ ഭഗവാന്റെയോ ഭഗവാന്റെ പ്രതിനിധിയുടെയോ പാദപത്മങ്ങൾ കഴുകിയ ജലം കുടിക്കുകയും ചെയ്താൽ മതി. ഇവിടെ യഥാർത്ഥ ഭക്തി മാർഗത്തിൽ എത്തുന്നവരുടെ 3 തരത്തിലുള്ള ഭക്തരെ പറ്റിയാണ് ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നത്. അത് സ്വയം മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് ഉത്തമ ഭക്തരും മധ്യമ ഭക്തരും അധമ ഭക്തരും ഉണ്ടെന്നർത്ഥം. ഭക്തിയിൽ തന്നെ 3 തരത്തിലുള്ള ഭക്തരുണ്ട്. അത് ഭഗവാൻ പറയുമ്പോൾ ഗീതയിൽ ചതുർവിധ പഞ്ചന്തേമാം ജനാ
സുഹൃത്തനോ അർച്ചന എന്നാ പറഞ്ഞ ഈ 3 ഘട്ടം കടന്നിട്ടാണ് തുര്യാവസ്ഥയിലുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എത്തുക എന്നർത്ഥം. അതാണ് ആത്മജ്ഞാനികളായിട്ട് മാറുക. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ ചതുർവിധാ ഭജന്തി എന്ന് പറഞ്ഞാൽ ദുഃഖം മാറുന്നതിന് വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവർ, ഇല്ലെങ്കിൽ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥനാബലത്താൽ, അതാണ് രണ്ടാമത്തെ പ്രതിനിധികളായിട്ട് ഭജിക്കുക എന്ന് പറയുന്നത്. ഭഗവാനെ കാണുന്നതും കേൾക്കുന്നതും കരോഷി സിനാശി ജുഷി ദദാസിസ് എന്ന ഭാവത്തിൽ ഭജിക്കുന്നവരാണ് ഉത്തമ ഭക്തർ. അവരേത് കർമ്മം ചെയ്താലും ചിന്ത, വാക്ക്, പ്രവൃത്തി, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്, ശരീരം കൊണ്ട് ഏതൊരു പ്രവൃത്തി, ഏതൊരു പ്രകൃത്യാ ഉള്ള സങ്കല്പങ്ങൾ പോലും അതൊക്കെ ഈശ്വര അവബോധത്തോടു കൂടി ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ ഉത്തമ ഭക്തർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭക്തരെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക, അതായത് ഭഗവാനെ പ്രതിഷ്ഠിച്ച് മൂർത്തി രണ്ടായിട്ട് കണ്ടുകൊണ്ടാണെങ്കിലും ഭരിക്കുന്ന അവസ്ഥ. ക്ഷേത്രങ്ങളിൽ പോയിട്ട് മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ഭജിക്കുക, ആരാധിക്കുക, വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുക, സത്സംഗങ്ങളിലൂടെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഇതൊക്കെ രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഉള്ളവർ അധമഭക്തരെന്ന് പറയാം. വേണ്ട വ്യക്തി മനസ്സിലാക്കാതെ എല്ലാവരും ഒരു അനുകരണ ഭാവത്തിൽ ഈശ്വരനെ ഭജിക്കുന്നവർ. അവര് എപ്പോഴും ഭഗവാനിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ ശക്തിയെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അല്ലാത്തപ്പോൾ ഭഗവാനെ മറക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്നർത്ഥം. അപ്പം ഈ ശരീരം കിട്ടിയിരിക്കുന്നത് തന്നെ ഭഗവത് സേവനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യന് ദിവ്യമായ ഈ ശരീരം നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയ ശക്തികളുടെയും ശരീരാംഗപ്രത്യങ്ങളുടെ ശക്തിയെയും അതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈശ്വരീയ അവബോധത്തോടുകൂടി ഈശ്വരോന്മുഖമായിട്ടുള്ള കർമ്മങ്ങൾ ഈശ്വര വിചാരത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഭൗതികം, അതായത് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, കൾച്ചർ അനുസരിച്ചുകൊണ്ട് നേച്ചറിനെ ഈശ്വര ശക്തികളെ ഉപയോഗിച്ചാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ അത് ഈശ്വര ശക്തിയെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യുന്നതൊക്കെ ദുഃഖഹേതുക്കളായിട്ട് മാറുക. തൽക്കാലത്തേക്ക് ചിലപ്പോൾ സുഖം ലഭിച്ചാലും ശാന്തി ലഭിച്ചാലും പിന്നീട് അതേ കാരണം കൊണ്ട് തന്നെ ദുഃഖിക്കേണ്ട. ഈ ശരീരം തന്നെ നമുക്കറിയാം, അത് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്ര തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലാതെ ഉപയോഗിച്ചാലും ഒരു ഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ട് നശിക്കും. ആ നാശത്തിലും അവിടെയും ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നർത്ഥം. അപ്പം എത്രയൊക്കെ നന്നായിട്ട് ഇതെല്ലാം മറന്നിട്ട് ഇഷ്ടത്തിന് ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും അവസാനം കുറച്ച് ദിവസം ശരീരം കൊണ്ട് ക്ലേശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കുറ്റം പറയും. ഭഗവാനെ ഇത്രയൊക്കെ ഭജിച്ച് നടന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിക്കാനിട വരുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ ശരീരത്തെ പോലും യഥാവിധി ജനിക്കുമ്പോൾ മുതൽ മരണം വരെ യഥാവിധി സംരക്ഷിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈശ്വരീയ അവബോധത്തിന്, ആത്മ അവബോധത്തോടു കൂടി വേണം അതിനെ ഉപയോഗിക്കാൻ എന്നർത്ഥം. അതുകൊണ്ട് പരീക്ഷത്ത് മഹാരാജാവിൻ്റെ പ്രസ്താവത്തിൽ നിന്നും വൈഷ്ണവ ദർശനത്തിൽ അദ്ദേഹത്തിന് വൈവന്നിരിക്കുന്ന പുരോഗതി മനസ്സിലാക്കിയ സുഖദേവ മഹർഷി ഭക്തിയുടെ പരമാനന്ദത്തിൽ മുഴുകി. സുഖദേവ മഹർഷി ദേവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനിയും വിവരിച്ച് കേൾക്കണമെന്ന് പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം അത്യാനന്ദത്തോടുകൂടി അദ്ദേഹം ശ്രീമദ് ഭാഗവതം അതിൽ കുചേലന്റെ കഥ പറയാൻ തുടങ്ങി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ സുഹൃത്തായിട്ട്, ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഉത്തമ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ഒരു തികഞ്ഞ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉത്തമ ഭക്തര്, മധ്യമ ഭക്തര്, അധമ ഭക്തര്, ഇതിൽ ഉത്തമ ഭക്തനായിട്ടായിരുന്നു ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കുചേലൻ. ആ ബ്രാഹ്മണനെയാണ് ഇവിടെ കുചേലൻ എന്ന് വിളിക്കുന്നത്. കുചേലൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, സുധാമാവെന്നാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന നിലയിൽ അതീന്ദ്രിയ ജ്ഞാനത്തിൽ അദ്ദേഹം സമുന്നതനായിരുന്നു. ഈ ജ്ഞാനം മൂലം ഭൗതിക സുഖങ്ങളിൽ അദ്ദേഹം ആസക്തനും ആയിരുന്നില്ല. ഇക്കാരണത്താൽ അദ്ദേഹം ശാന്തചിത്തനും ഇന്ദ്രിയ നിഗ്രഹം സിദ്ധിച്ചവനുമായി തീർന്നു. പരിപൂർണ ഭക്തനാകാതെ ഒരുവന് സർവോന്നതമായിരിക്കുന്ന ജ്ഞാനം കൈവരിക്കാനാകില്ല. സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ നിലയിലെത്തിയവർ പരമപുരുഷന്റെ മുമ്പിൽ സമർപ്പിതാത്മാവായിരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ട് അന്ധകരണശുദ്ധിയും വിവേകവും ഉണ്ടായവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഈശ്വരീയ ദൈവിക സമ്പത്തോടുകൂടി ജനിക്കാനും ഉത്തമ ഭക്തരായിട്ട് ഭക്തനായിട്ട്, അതായത് പൂർണ്ണ ഭക്തനായിട്ട്, കറകളഞ്ഞ ഭക്തനായിട്ട് സുധാമാവിനെ പോലെ സാധിക്കണമെങ്കിൽ
ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുക എന്നൊക്കെ പറയുന്നത് ആ പരിപൂർണ അവസ്ഥ, അതായത് പരിപൂർണ ഭക്തനാകാതെ ഒരുവനും സർവോന്നതമായിട്ടുള്ള ആ ജ്ഞാനം കൈവരിക്കാനാകില്ല. ഈ ഭക്തിയുടെ എല്ലാത്തിൻ്റെയും പരമോന്നതമായ ഉദ്ദേശം ആത്മാവബോധത്തോടു കൂട്ടി ഏതൊരു കർമ്മം ചെയ്താലും അതെല്ലാ കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്നത് പരമമായിരിക്കുന്ന ജ്ഞാനത്തിലാണ്. ജ്ഞാനത്തെ പോലെ ഏറ്റവും പവിത്രമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഗീതയിൽ പറഞ്ഞും തരുന്നുണ്ട്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അപ്പോൾ ഉത്തമ ഭക്തനായാൽ കിട്ടുന്ന ഏറ്റവും വലിയ സിദ്ധി എന്ന് പറഞ്ഞാൽ ഈ പരമോന്നതമായിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന പരാശക്തിയിൽ നിന്ന് ലഭിക്കുന്ന പരമമായ വിദ്യയാണ് ലഭിക്കുക എന്നർത്ഥം. അപ്പോൾ അത് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തമ ഭക്തനാകണം, ആ ഭക്തിയിൽ പൂർണ്ണത വരണം. അവിടെയാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ നിലയിൽ എത്തിയവർ പരമപുരുഷന്റെ മുമ്പിൽ സമർപ്പിതാത്മാവായി തീരുന്നു എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമപുരുഷന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ജീവിതം അടിയറ വെച്ചവർ പൂർണ്ണ ജ്ഞാനത്തിന്റെ നിലവാരത്തിൽ എത്തിയവരാണ് എന്നർത്ഥം. ഭൗതികമായിട്ടുള്ള ജീവിതമാർഗത്തിൽ അനാസക്തനാകുക എന്നതാണ് പൂർണ്ണ ജ്ഞാനത്തിന്റെ ഫലം. ഭൗതിക സുഖഭോഗങ്ങളിലേക്ക് ആകർഷണമാകുന്ന ഇന്ദ്രിയങ്ങളുടെ മേലുള്ള പൂർണ്ണമായ നിയന്ത്രണമാണ് അനാസക്തി എന്ന് പറയുന്നത്. ഇവിടെ ഭക്തന്റെ ഇന്ദ്രിയങ്ങൾ പവിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനത്തിൽ നിരതമാകുന്നു. അതാണ് ഭക്തിയുത സേവനത്തിന്റെ പരിപൂർണമായ മേഖല എന്നുദ്ദേശിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ സുഹൃത്തായ ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമി ആയിരുന്നെങ്കിലും അദ്ദേഹം സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി ധനം കുമിച്ചു കൂട്ടാൻ വ്യഗ്രനായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സുധാമാവിന്റെ വിശേഷത എന്നർത്ഥം. ഗൃഹസ്ഥാശ്രമിയാണ്, പക്ഷേ കുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങൾ പോലും യഥാവിധി നടത്താൻ ഉതകുന്ന ധനം പോലും ഇദ്ദേഹം സമ്പാദിച്ചിരുന്നില്ല, ഇല്ലേ സമ്പാദിക്കുമായിരുന്നില്ല. ഒന്നിലും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും ശ്രമിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സുധാമാവിനെ പറ്റിയുള്ളൂ. അതിനാൽ തൻ്റെ വിധിക്കനുസരിച്ച് സ്വയം വന്നു ചേരുന്ന ധനത്തിൽ തികച്ചും സംതൃപ്തനായിരുന്നു. തനിക്ക് വിധിച്ചിരിക്കുന്നതിനേക്കാൾ സന്തോഷവാനാകാൻ തനിക്കാവില്ല എന്നറിയുന്നതാണ് പൂർണ്ണ ജ്ഞാനവാൻ. ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ഇരിക്കുക എന്നർത്ഥം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല കിട്ടില്ല. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്ന് ഭഗവാൻ പറയുന്ന ഒരവസ്ഥയിലായിരുന്നു സുധാമാവ് എന്നർത്ഥം. അപ്പോൾ ഉള്ളത് കൊണ്ട് എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുക. തനിക്കതില്ല ഇതില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധനം സമ്പാദിക്കണം എന്നുള്ള വിചാരം സുധാമാവിനെ പറ്റിയില്ലായിരുന്നു. ഗൃഹസ്ഥാശ്രമികൾക്കുണ്ടാകുന്ന സാധാരണ ഒരു സ്വഭാവമാണ് എത്രയൊക്കെ കിട്ടിയാലും പോരാതെ വരിക, പിന്നെ തനിക്കും കുടുംബത്തിനും സുഖമായിട്ട് കഴിയണം, അതിനുള്ള വക ആദ്യം കിട്ടിയാൽ മതി എന്ന് തോന്നും. കിട്ടിയാൽ പിന്നെ ലോഭമുണ്ടാകും, ആസക്തി ഉണ്ടാകും, എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥ വരും. ധനസമ്പാദനം എന്ന് പറയുന്ന ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ധനം നേരായ മാർഗത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും ഒരു കാലത്തും ആർക്കും സമ്പാദിക്കാൻ സാധ്യമല്ല. അപ്പം അവിടെ കർമ്മബന്ധനം ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. സുധാമാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. ഉള്ളത് കൊണ്ട് സന്തോഷവാനാകാൻ ശ്രമിക്കുമായിരുന്നു. ഇനി ഭൗതിക ലോകത്തിൽ കുറേയൊക്കെ സുഖങ്ങളും ഒട്ടേറെ ദുഃഖങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാവരും തന്നെ. ഇനി ധനം സമ്പാദിച്ചാലും ഗൃഹസ്ഥാശ്രമികളായിട്ട് സുഖസമൃദ്ധി കഴിയുന്നവർ എന്നും സുഖത്തിലാണോ കഴിയണം? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖങ്ങൾ വിശദമായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സുഖദുഃഖങ്ങളുടെ അളവ് എല്ലാ ജീവാത്മാക്കൾക്കും മുൻകൂട്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതനുസരിച്ചുകൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടും വരും. ഭൗതിക ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും ആവുകയില്ല. അതിനാൽ ഈ ബ്രാഹ്മണൻ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് ഏറെയൊന്നും അധ്വാനിക്കാൻ പോയിട്ടുമില്ല. ഈ സുഖവും ദുഃഖമൊക്കെ തന്നെ വന്നോളും. നമ്മൾ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുകയൊന്നും വേണ്ട. സുഖമായാലും ദുഃഖമായാലും സുഖം കഴിയുമ്പോൾ ദുഃഖം വരും, ദുഃഖം കഴിയുമ്പോൾ സുഖം വരും. അതിനു വേണ്ടിയിട്ട് വേറെ അധ്വാനിക്കൊന്നും വേണ്ട. അത് നമ്മൾ അധ്വാനിച്ചാൽ, അത് മാറ്റാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചാലും അതും ക്ലേശമായിട്ട് ഭവിക്കുന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഉദ്യമിക്കൊന്നും വേണ്ട, തന്നെ സംഭവിച്ചോളൂ. അതുകൊണ്ട് എത്രയൊക്കെ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സുഖവും ദുഃഖവും വരേണ്ട പോലെയൊക്കെ വരേണ്ട സമയത്ത് വന്നിരിക്കുകയും എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ ഒന്ന് ജനിക്കാൻ തന്നെ ഇടവരുന്നത്. ഒന്നുകിൽ സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൂർവ്വജന്മാർജിതമായ കർമ്മഫലം വരുന്നത്
സുഖമുണ്ടാക്കുന്നതും ഇല്ലേ ദുഃഖമുണ്ടാക്കുന്നതും സുഖദുഃഖ മിശ്രമായിട്ടുള്ള 3 തരത്തിലുള്ള ഏത് കാലത്തും ഏത് കർമ്മം ചെയ്താലും ഫലം വരിക ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും ഒട്ടും സാധിക്കുകയുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതിനാൽ ഈ ബ്രാഹ്മണൻ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് ഏറെയൊന്നും അധ്വാനിക്കാൻ പോയിട്ടുമില്ല. എന്നാൽ കൃഷ്ണ അവബോധത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് വിലപിടിച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ഭാര്യയ്ക്ക് നല്ല വസ്ത്രങ്ങൾ നൽകാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. അവരുടെ ഭൗതിക സാഹചര്യം ഒട്ടും തന്നെ സമ്പന്നമല്ലാത്തിരുന്നാൽ അവർക്ക് വേണ്ടത്ര ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹവും ഭാര്യയും മെലിഞ്ഞ് ക്ഷീണിച്ച അവശനായിരുന്നു. അതായത് ശരീര സംരക്ഷണം പോലും സാധിക്കാൻ പറ്റുമെന്നുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് പോലും ശ്രമിച്ചിരുന്നില്ല. അതുപോലും ബുദ്ധിമുട്ടായിട്ട് വന്നു. നിത്യവൃത്തി കഴിയുന്ന അവസ്ഥ പോലും ക്ലേശകരമായിരുന്നു സുധാമാവിനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം ഭാര്യയും മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് ഇരുന്നിരുന്നു. സ്വന്തം കാര്യത്തിൽ അല്ലായിരുന്നു ഭാര്യയ്ക്ക് ഉത്കണ്ഠ. പക്ഷേ ഇത്ര ധാർമ്മികമായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ കാര്യത്തിൽ അവർക്ക് വളരെ വിഷമം തോന്നുകയും ചെയ്തു. ശാരീരിക ക്ഷീണം മൂലം അവരുടെ ശരീരം വല്ലാതെ വിറച്ചിരുന്നു. ഭർത്താവിനോട് ആജ്ഞാപിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ ഇഷ്ടപ്പെടാത്ത അവർ ഭർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, അല്ലയോ പ്രാണനാഥ, ഭാഗ്യദേവരുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടെ ഏറ്റവും വലിയ സുഹൃത്തല്ലേ? എനിക്കറിയാം, അങ്ങ് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനുമാണ്. അദ്ദേഹമാണെങ്കിലോ തൻ്റെ ഭക്തരെ സഹായിക്കാൻ സദാ സന്നദ്ധനായിട്ടിരിക്കുന്നയാൾ. എന്നിട്ട് നമ്മളെന്തുകൊണ്ട് ഈ ദാരിദ്ര്യം, ഈ ഒരവസ്ഥ ക്ലേശിക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ് ഭാര്യയുടെ ചോദ്യമുണ്ടായിരുന്നത്. ഇതേപ്പറ്റി കൂടുതൽ നമുക്ക് ചിന്തിക്കാം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.